ഡോക്ടറെ, ഒരു പുരുഷന് സ്ത്രീനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ലിംഗത്തിൻ്റെ നീളം എത്രത്തോളം വേണമെന്നുള്ളതാണ്? ഇതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിൽ ഇന്നത്തെ ഈ നീല ചിത്രങ്ങളൊക്കെ വന്നതോടുകൂടി അതിലെ ലിംഗവും അതിലെ യോനിയും ഒക്കെ കണ്ടിട്ട് അത് വെച്ചിട്ട് എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ കൺസെപ്റ്റും മാറി, പുരുഷൻ്റെ കൺസെപ്റ്റും മാറി. ഇവിടെ ചികിത്സയ്ക്ക് വരുന്ന പല ആൺകുട്ടികളും, അതായത് വിവാഹത്തിന് മുമ്പ് വരുന്ന സാർ നീളം കുറവാണെന്നുള്ള പരാതിയായിട്ട് വരും. ഞങ്ങളത് പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് സാധാരണ ഒരു പുരുഷന് വേണ്ടതിൻ്റെ നീളമുണ്ട്, വണ്ണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവൻ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നീലച്ചിത്രങ്ങളിൽ കണ്ട ലിംഗവുമായിട്ടാണ്. അതിന് യാതൊരു ലോജിക്കുമില്ല. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ തലയിലേക്ക് കയറാൻ വളരെയധികം ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുകാരുടെ ആരെങ്കിലും ലിംഗം കണ്ടിട്ടുണ്ടാവും, അതുമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ താരതമ്യം ചെയ്യാനുള്ള ഒരു അവസ്ഥ ഇതിനകത്തില്ല. പിന്നെ ഇതിനൊരു സമത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഓരോ പുരുഷൻ്റെയും ലിംഗം ഓരോ രീതിയിലാണ്, അതിന് നീളവും വണ്ണവും വ്യത്യസ്തപ്പെട്ടിരിക്കും. ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള കാര്യത്തിലാണെങ്കിൽ 2.5 ഇഞ്ച് നീളമുണ്ടെങ്കിൽ യോനിക്കുള്ള ജി പോയിൻ്റ് അവിടെയാണ്. ആ ജി പോയിൻ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീക്ക് സുഖം ലഭിക്കും, ലൈംഗികമായിട്ടുള്ള സംതൃപ്തി ലഭിക്കും. അപ്പോൾ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ നീളം എത്രത്തോളം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 ഇഞ്ച്, അതൊരു 5 അല്ലെങ്കിൽ 6 സെൻറ്റിമീറ്റർ എന്ന് കൂട്ടുക. 6 സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ അത് ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗം ഒരു സ്ത്രീയെ തൃപ്തിപ്പെടുത്താൻ പറ്റും. പക്ഷേ സ്ത്രീയുടെ കൺസെപ്റ്റും മറ്റൊന്നാണ്, അത് ഇത് പോരാ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് വിവാഹമോചനത്തിലേക്കും കലഹത്തിലേക്കും വരാറുണ്ട്. ഞങ്ങൾക്ക് ആ രീതിയിൽ പല സ്ത്രീകളും വന്നിട്ട് ഭർത്താവിൻ്റെ ലിംഗം അടിയിൽ തട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അടിയിൽ തട്ടുന്നില്ല എന്ന് ഇവർ ഉദ്ദേശിക്കുന്നത് സെർവിക്സ് ആയിരിക്കാം, അതായത് ഗർഭാശയ മുഖത്ത് തട്ടുന്നില്ല എന്നുള്ളത്. ആ കൺസെപ്റ്റൊക്കെ വരുന്നത് ഈ ഇൻ്റർനെറ്റിൽ നിന്നും ഇതിൽ നിന്നൊക്കെയാണ്. ശരിക്കുള്ള ലൈംഗിക സുഖം ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് മതി. ആ 2.5 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 6 സെൻറ്റിമീറ്റർ കൂട്ടിക്കോളൂ, അത്രയൊക്കെ മതി, 6 സെൻറ്റിമീറ്ററോളം മതി. എന്നാൽ നമ്മുടെ മനസ്സിലിരിപ്പ് എന്താണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കലഹങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പുരുഷൻ്റെ ലിംഗത്തിനെക്കുറിച്ചുള്ള ആകുലത ഇപ്പോഴൊന്നും അല്ല, വളരെ ചരിത്രാതീത കാലം മുതൽ അത് തുടങ്ങിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ഈജിപ്ഷ്യൻ മെഡിസിനിൽ വരെ കാണുന്നുണ്ട്. ഈ മരുന്ന് കഴിച്ചാൽ ലിംഗത്തിൻ്റെ നീളം കൂടും, അങ്ങനെയുള്ള ഒത്തിരി കൺസെപ്റ്റ് കാണുന്നുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഈ വ്യാകുലത കാലാകാലങ്ങളോളം നിലനിൽക്കുക തന്നെ ചെയ്യും. അതുപോലെ ഡോക്ടറെ, ലിംഗത്തിൻ്റെ നീളം കുറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒരു കൺസേൺ ആണിത്. ലിംഗത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടോ എന്നുള്ളത്? അല്ല, അങ്ങനെയല്ല. ലിംഗത്തിൻ്റെ നീളം വർദ്ധിപ്പിക്കാൻ അത് കുറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ ശരിക്കും പരിശോധന നടത്തിയിട്ട് ഇത് കുറഞ്ഞതാണോ കൂടുതലാണോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞോണ്ടും താരതമ്യം ചെയ്തിട്ടല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ ലിംഗത്തിൻ്റെ നീളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ ശസ്ത്രക്രിയ വഴിക്ക് അതിന് മാറ്റം വരുത്താൻ പറ്റുന്നുണ്ട്. അതായത് ചില മാർഗ്ഗങ്ങൾ ഇന്നുണ്ട്. പക്ഷേ സാധാരണ രീതിയിൽ ഒരു 2.5 ഇഞ്ച് നീളം ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഇനി ശസ്ത്രക്രിയ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനുള്ള പോരായ്മ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ദൃഢത കുറച്ച് കുറയുന്നതായിട്ടാണ് കാണുക. ഒരു ലിഗമെൻറ്റ് കട്ട് ചെയ്തിട്ട് അതല്പം പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ ഇനി ഭാവിയിലേക്ക് അതിനകത്ത് ലിംഗത്തിൻ്റെ നീളം കൂട്ടാനുള്ള മറ്റ് മാർഗ്ഗങ്ങൾ വന്നുകൂടായില്ല. ഏതായാലും തൽക്കാലം ഇപ്പം അങ്ങനെ ഒരു മാർഗ്ഗമില്ല. ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ലിംഗത്തിൻ്റെ നീളം വർദ്ധിക്കുകയൊന്നുമില്ല. പിന്നെ ഹോർമോൺ കുറവോ അങ്ങനെ വല്ലതും ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ഗുളികകൾ വല്ലതും കഴിച്ചാൽ ആ ഹോർമോണിൻ്റെ പരിഹാരം ഉണ്ടാകുകയും ദൃഢത അതിന് കൂടുതലായിട്ട് വരികയും ചെയ്യും. പിന്നെ വണ്ണത്തിൻ്റെ കാര്യത്തിൽ അതിന് ശസ്ത്രക്രിയയുണ്ട്. അത് എത്ര വേണമെങ്കിലും വണ്ണം കൂട്ടാൻ കഴിയും, അങ്ങനെ കൂട്ടേണ്ട ആവശ്യമില്ലെങ്കിലും. ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുരുഷൻ്റെ ലിംഗത്തിൻ്റെ വണ്ണം പോരാ എന്ന് പറഞ്ഞു വരുന്നതിന് അതിൽ അടിസ്ഥാനമില്ലാത്തൊരു കാര്യമാണ്. കാരണം യോനിയെ സംബന്ധിച്ചിടത്തോളം അതിന് എത്രത്തോളം വേണമെങ്കിലും ചുരുങ്ങാൻ കഴിയും, എത്രത്തോളം വേണമെങ്കിലും വികസിക്കാൻ കഴിയും. ഒരു കുട്ടിയുടെ തല അതിനകത്ത് പോരുകയും ചെയ്യും, അതിൽ കൂടി പോരുകയും ചെയ്യും. ഒരു ചെറുവിരലിൽ പോയിട്ടൊരു മുട്ടുസൂചി പോലും കടത്താൻ പറ്റാത്ത രീതിയിൽ അതിന് ടൈറ്റായി നിൽക്കാനും കഴിയും. അതാണ് അതിൻ്റെ ഗുണം. ഡോക്ടർ, ആരോഗ്യവാനായിട്ടുള്ള ഒരാൾക്ക് ശരാശരി എത്ര സമയം വരെ ബന്ധപ്പെടാൻ കഴിയും? അതിന് ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ടൊന്നും അതിനങ്ങനെ ബന്ധമില്ല. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ശുക്ലം പുറത്തേക്ക് പോകുന്നതിന് ചിലപ്പോൾ 1/2 മണിക്കൂറൊക്കെ എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ 3/4 മണിക്കൂർ എടുക്കുന്നവരുണ്ട്, ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ ലിംഗം ചിലർ തളർന്നു പോകാറുണ്ട്. എന്നാലും ദൃഢതയോടുകൂടി ലിംഗം നിൽക്കുന്നതും അങ്ങനെ 1/2 മണിക്കൂറൊക്കെ ബന്ധപ്പെടാൻ കഴിയുന്ന ചില പുരുഷന്മാരുണ്ട്. എത്രത്തോളമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരത്തിലേ ഉള്ളൂ, സ്ത്രീക്ക് രതിമൂർച്ച വരുന്നത് വരെ മാത്രമേ ബന്ധപ്പെടേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ വേദനയുണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ചെയ്യുക. അപ്പോൾ ഒരു
ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 മിനിറ്റ് കൊണ്ട് അവർക്ക് രതിമൂർച്ച ഉണ്ടാകും. ചിലർക്ക് 3 മിനിറ്റ് കൊണ്ട് രതിമൂർച്ച ഉണ്ടാകും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഏറെക്കുറെ എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകാറുണ്ട്. യോനിക്കുള്ളിലേക്ക് കടന്നതിന് ശേഷമാണ് ഞാനീ പറയുന്നത്. അതിൽ വളരെ അപൂർവമായിട്ട് ചില സ്ത്രീകൾക്ക് 15 മിനിറ്റ് 20 മിനിറ്റും ഒക്കെ വരാറുണ്ട്. അത്രേ ഉള്ളൂ അതിനകത്തെ കാര്യം. അപ്പോൾ നമുക്ക് എത്രത്തോളം സമയം ആരോഗ്യവാനായ പുരുഷന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായൊരു ഉത്തരമില്ല. പലർക്കും പല രൂപത്തിലാണ്. അത് ആരോഗ്യം എന്ന് പറയുന്നത് ഏത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ന്യൂറോണൽ സ്റ്റാറ്റസ് മാത്രമാണ്. അതുപോലെ തന്നെ അതിനകത്ത് ജനിതകമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതും ആരോഗ്യമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. മറ്റൊരു രീതിയിൽ ആ ചോദ്യത്തിൽ ചോദിക്കും, ഒരു പുരുഷന് എത്ര മിനിറ്റ് വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ള ചോദ്യമാണെങ്കിൽ അത് വളരെ അപൂർവ ആൾക്കാർക്ക് 1 മണിക്കൂർ വരെയൊക്കെ ബന്ധപ്പെടാൻ കഴിയും. വളരെ അപൂർവ ആൾക്കാർക്ക്. പക്ഷെ അതും അതിന് വ്യക്തമായ ഡേറ്റകളോ തെളിവുകളോ ഒന്നുമില്ല. അങ്ങനെ ബന്ധപ്പെടുന്നതിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കാൻ കഴിയാത്ത വേദനയാണ് ഉണ്ടാക്കുക എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ ഈ നീലച്ചിത്രങ്ങളിലൊക്കെ കാണുന്ന 1.5 മണിക്കൂറും 2 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ സ്ഥിരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഫോട്ടോഷൂട്ടാണ്, അതല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ കാണുന്നതല്ല. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ 10-30 ആൾക്കാർ ഒരുമിച്ചിടിച്ച് വീഴ്ത്തും. യഥാർത്ഥ ജീവിതത്തിൽ അവർക്കൊരു ഒറ്റയാളുമായിട്ട് നേരിടാനുള്ള കഴിവും ഉണ്ടാവില്ല. അത് ബ്ലൂ ഫിലിമിൽ കാണുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കുന്നതാണ് ഇതിനകത്തെ യഥാർത്ഥ പ്രശ്നം. അതുപോലെ ഡോക്ടറെ, സെക്സിൻ്റെ ടൈമിൽ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേദന അതൊക്കെ നോർമൽ തന്നെയാണോ? അല്ല. സ്ത്രീകൾക്ക് ഇപ്പോൾ വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവുമെന്നൊക്കെ ചിലർ പറയും. അത് പറയുന്നതിലൊന്നും അർത്ഥമില്ല. അങ്ങനെ വേദന ഉണ്ടാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വളരെ അപൂർവം സ്ത്രീകൾക്കൊരു പേടി ഉണ്ടാകുമ്പോൾ യോനി സങ്കോചിച്ച് നിൽക്കും. അപ്പോൾ യോനിക്കുള്ളിലേക്ക് ലിംഗം കിടക്കുമ്പോൾ ചെറിയ വേദന ഉണ്ടാകും. അതേസമയത്ത് തൻ്റെ പാർട്ട്ണർ ശരിയായ സ്റ്റിമുലേഷൻ നടത്തി, അതിനകത്ത് ക്ലൈറ്റോറിയൽ സ്റ്റിമുലേഷനും മറ്റും നടത്തി യോനിക്കുള്ളിലേക്ക് വിരലിട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് പിന്നീട് ലിംഗം ഉള്ളിലേക്ക് കിടത്തുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഒരു വേദന ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു വേദന ഉണ്ടാകുകയാണെങ്കിൽ, അതായത് സ്വാഭാവികമായിട്ട് ഉള്ളൊരു ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേദന വരുന്നുവെന്ന് പറഞ്ഞാൽ അവർക്ക് അണുബാധ ഉണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഗർഭപാത്ര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുക. ഗർഭപാത്രം താഴോട്ട് വരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം, അണുബാധ ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് ലൂബ്രിക്കേഷൻ വേണ്ടത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ബന്ധപ്പെടുമ്പോൾ വേദനയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവിന് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് അവരെ ക്ലൈറ്റോറിസും മറ്റും സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടത്ര സ്റ്റിമുലേഷൻ വരുന്നുണ്ടോ, ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കൽ. അങ്ങനെ ദ്രാവകം വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളത് അണുബാധയാണ്. അത് സ്വാബ് ടെസ്റ്റും മറ്റും വഴിക്ക് നമുക്ക് കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഡോക്ടറെ, ലൂബ്രിക്കേഷൻ ആവശ്യത്തിന് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് മാനസികമായിട്ടൊരു സ്ത്രീ തയ്യാറായാൽ മാത്രമേ ലൂബ്രിക്കേഷൻ ഉണ്ടാകുകയുള്ളൂ. അപ്പം മാനസികമായിട്ടൊന്നും ഇഷ്ടമില്ലാത്തൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ഹോർമോൺ ഉണ്ടാകാതിരിക്കുക, അതായത് ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവ് കുറയുക. പിന്നെ ചിലപ്പോൾ അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ ലൂബ്രിക്കേഷൻ ഉണ്ടാകാതെ വരും. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 വ്യക്തികളും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ ശരിക്കുള്ള ലൂബ്രിക്കേഷൻ ഉണ്ടാവുള്ളൂ. അത് പരസ്പര ഇഷ്ടത്തോടു കൂടി ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ. ഡോക്ടറെ, കുറേ പേർക്കുള്ള സംശയം തന്നെയാണിത്, ഒരു ദിവസം പരമാവധി എത്ര തവണ വരെ ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളത്. അയ്യോ, അതിനങ്ങനെ കണക്കൊന്നുമില്ല. നേരത്തെ സ്വയംഭോഗത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് ചിലരെ സംബന്ധിച്ചിടത്തോളം 5-6 തവണ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. ചിലർക്ക് ഒരു ദിവസം ഒരു തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ലോങ് റീഫ്രാക്റ്ററി പീരീഡ് ഉണ്ടാവും. അവർക്ക് നാളെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസമാണ് ബന്ധപ്പെടാൻ കഴിയുക. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ശരി, സാധാരണ അതിൻ്റെ ഫ്രീക്വൻസി വരുന്നത് വിവാഹം കഴിഞ്ഞ ദമ്പതികളിൽ ആദ്യത്തെ ഒരു ഹണിമൂൺ പീരീഡിലൊക്കെ അവർ 3, 4, 5 തവണയൊക്കെ ബന്ധപ്പെടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫ്രീക്വൻസി കുറഞ്ഞു വന്നിട്ട് ആഴ്ചയിൽ 1, 2 ഒക്കെ ആയി മാറാറുണ്ട്. അതിനുശേഷം പിന്നെ എന്നാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലും കുറഞ്ഞ ഫ്രീക്വൻസിയിലേക്കും പോകാറുണ്ട്. പൊതുവെ ആരോഗ്യമുള്ളൊരു വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതായത് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 3 തവണയെങ്കിലും ബന്ധപ്പെടുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. അതിന് സെക്സോളജിസ്റ്റിനെ കാണിക്കുകയാണ് വേണ്ടത്. അതുപോലെ ഡോക്ടറെ, സ്ത്രീകൾക്ക് ഓർഗാസം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്, അത് സാധാരണയായിട്ട് കാണാം? അതെ, ഡിസോർഗാസ്മിയ എന്ന് പറയുന്ന ഒരു 30% സ്ത്രീകൾക്ക് ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതകാലത്തിൽ അവർക്ക്
ഓർഗാസം ലഭിക്കില്ല. അവർ ലൈംഗികമായിട്ട് ബന്ധപ്പെടും, കുട്ടികളുണ്ടാവും. എന്നിരുന്നാലും ശരി, രതിമൂർച്ച എന്ന് പറയുന്നത് അഥവാ ലൈംഗിക ബന്ധത്തിൽ കൂടെ വരുന്നതിന് ഒരു അനുഭൂതി ഉണ്ടാവില്ല. ഇതിന് ഹോർമോൺ സംബന്ധമായ കാരണങ്ങളുണ്ട്, ന്യൂറോണലായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി വളർന്നു വന്നിരിക്കുന്ന ചില സാഹചര്യങ്ങൾ അതും ഇതിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ഡിസോർഗാസ്മിയയുടെ ചികിത്സ നടത്തുകയാണ് വേണ്ടത്. മിക്കപ്പോഴും ഡിസോർഗാസ്മിയ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. കാരണം യോനിക്കുള്ളിലേക്ക് ലിംഗം കടന്നിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് ചിലപ്പോൾ ഒരു 5-6 മിനിറ്റേ കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് ആ രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഓർഗാസം ഉണ്ടായി വരും. ഞങ്ങളിവിടെ അതിന് ബയോതെസ്മിയോമെട്രി എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഉപയോഗിക്കുന്നത്. അത് വെച്ച് ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഓർഗാസം ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓർഗാസം ഉടലെടുക്കുന്നതായി കാണാം. ആ രീതിയിൽ പിന്നെ അവർക്കത് കുറച്ച് നിന്നിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ഓർഗാസത്തിലേക്ക് പോകാൻ കഴിയും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് ഓർഗാസം ഇല്ല എന്നുള്ളത്, ഓർഗാസം ഇല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്നുള്ള രീതിയിലാണ്. അത് ചികിത്സിക്കാൻ ഭർത്താക്കന്മാർ തയ്യാറാവില്ല. തയ്യാറാകുന്ന ഭർത്താക്കന്മാരും ഉണ്ട്, തയ്യാറാകാറില്ല. അങ്ങനെ തയ്യാറാകാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യം ഒരു അവഗണിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. തയ്യാറാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരിലൊരു നല്ല ശതമാനത്തിന് പ്രയോജനം ലഭിക്കാറുമുണ്ട്.